അടുത്ത ദിവസം ഈദ് വരികയാണല്ലോ. അപ്പോൾ നിങ്ങളൊരു ഈദിൻ്റെ പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഈദ് ഒരു റിലീജിയൻ്റെ ആത്മീയതയും സ്നേഹവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു സന്ദേശമാണ് ആളുകളിലേക്ക് കൈമാറുന്നത്. ഇത്തരത്തിൽ ഈദിൻ്റെ സന്ദേശം കൈമാറുന്ന ആ ഒരു മൂഡാണ്, ആ ഒരു തീമാണ് നിങ്ങൾ ആ ഒരു ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനായിട്ട് നിങ്ങൾക്ക് ഇമേജുകൾ, ഇല്ലുസ്ട്രേഷൻ, സിംബൽസ്, പാറ്റേൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾ സാധാരണയായിട്ട് ഈ ഇതിൻ്റെയൊക്കെ പോസ്റ്റേഴ്സിൽ ചന്ദ്രക്കല, പള്ളി, മിനാരങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. ഇത്തരത്തിലുള്ള ഇമേജുകൾ, ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ഈദിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള കളേഴ്സിനെ കൂടെ ആഡ് ചെയ്യാം. സാധാരണയായിട്ട് യൂസ് ചെയ്യാറ് ഗ്രീന്, ഗോൾഡ്, ബ്ലൂ, വൈറ്റ്, പർപ്പിൾ, സിൽവർ, ബ്ലാക്ക് തുടങ്ങിയിട്ടുള്ള കളറുകളാണ്. ഇനി നിങ്ങളതിലേക്ക് ശരിയായിട്ടുള്ള ഫോണ്ടുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ ഫോണ്ടുകളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അപ്പം നിങ്ങളതിൽ ഈദ് മുബാറക്ക് എന്നൊക്കെ എഴുതുന്ന മെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റ്, അത്തരത്തിലുള്ള ടെക്സ്റ്റുകൾക്ക് നിങ്ങൾക്ക് അറബിക് കാലിഗ്രഫി അല്ലെങ്കിൽ അറബിക് ടച്ച് ഉള്ള ഫോണ്ടുകളെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങളതിൽ വിഷസ് ഒക്കെ എഴുതുന്ന ഫോണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഫോണ്ടുകളെ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ടുള്ള വായിക്കാൻ എളുപ്പമായിട്ടുള്ള ഫോണ്ടുകളെ യൂസ് ചെയ്യാം. ഇനി നിങ്ങളതിൽ ലോഗോ, നിങ്ങളുടെ പേഴ്സണൽ നെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമൊക്കെ ചേർക്കുന്ന സമയത്ത് ബോട്ടത്തിൽ അതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.